നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി വിദ്യാലയങ്ങളിൽ സൂംബ നൃത്തം നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം സ്വാഗതാർഹമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അധികാരത്തിൽ വരാമെന്ന കോൺഗ്രസിന്റെ മോഹം വ്യാമോഹമാണെന്നും വെള്ളാപ്പള്ളി. സർക്കാരിനെതിരെ നടക്കുന്നത് കള്ളപ്രചരണവും വിചാരണയുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. സർക്കാരിനോട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിഷേധം ഇല്ലെന്നും സജി ചെറിയാൻ. സമാനതകളില്ലാത്ത വികസന പദ്ധതികളാണ് തീരദേശത്ത് നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി. സൂംബ ഡാൻസ് ഒരു കാർഡിയാക് വ്യായാമമാണെന്നും ആരുടെയും സമ്മർദ്ദത്തിന് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വഴങ്ങേണ്ടതില്ലെന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ. മതത്തിന്റെ കുപ്പായമണിഞ്ഞ ചില യാഥാസ്ഥിതികരാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും സ്പീക്കർ. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. പഴയ സർവേ നമ്പർ ലഭിക്കാൻ 1000 രൂപ കൈക്കൂലി. ഹരിപ്പാട് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടി. പഴയ സർവേ നമ്പർ നൽകാൻ ഗൂഗിൾ പേ വഴി 1000 രൂപ വാങ്ങിയതിന് പിന്നാലെയാണ് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായത്. വയലിൻ വായനയിൽ വിസ്മയം സൃഷ്ടിച്ച മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ നെടുമങ്ങാട് ശിവാനന്ദൻ നവതിയുടെ നിറവിൽ. ശിഷ്യഗണങ്ങളും സംഗീതജ്ഞരും ചേർന്ന് ഒരുക്കിയ നവതി ആഘോഷം ശ്രദ്ധേയമായി. ശിവാനന്ദ ലഹരി എന്ന പേരിലാണ് ആദരവും ആഘോഷവും സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ സൂംബ നൃത്തം നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അധികാരത്തിലെത്താമെന്ന കോൺഗ്രസിന്റെ മോഹം വ്യാമോഹമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആലപ്പുഴയിൽ SNDP നേതൃയോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. സൂംബ നൃത്തം വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നതിന് പൂർണ്ണമായ ശക്തമായ പിന്താങ്ങാനാണ് തീരുമാനിച്ചത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചില സമുദായത്തിലെ പെട്ട ഒരു വിഭാഗം, ആ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം നേതൃത്വം, അത് ശരിയല്ല. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, മതവിദ്വേഷം ഉണ്ടാക്കാൻ, മതവികാരങ്ങൾ ഉണ്ടാക്കാൻ ഇതിനെ എതിർക്കുന്ന ശക്തികൾ ആരായാലും അവരിൽ നിന്ന് പിന്മാറണം. മാത്രമല്ല, ഗവൺമെൻറ് ശക്തമായി എടുത്ത ഈ തീരുമാനം നടപ്പാക്കണം. ചില മതവിശ്വാസികളുടെ ഭരണവും അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഗവൺമെൻറ് എല്ലാം ചെയ്യുന്നതെന്ന് വരുന്നത്. അത് ശരിയല്ല. അത് കേൾക്കുന്നത് ശരിയല്ല. അത് കേൾക്കുന്നത് നടപ്പാക്കുന്നത്, അതിന് വിധേയനാകുന്നത് ശരിയല്ല. ഇവിടെ എല്ലാം നടക്കേണ്ടത് ഒരു സമയവ്യത്യാസപ്പെടുത്തിയെങ്കിൽ അതിന് തർക്കം എന്ന് ശരിയല്ല. ഈ രാജ്യത്ത് മതരാജ്യം അല്ലെങ്കിൽ മതസംസ്ഥാനം സ്ഥാപിക്കാനായിട്ടാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ തെറ്റെന്ന് പറയാൻ സാധിക്കുമോ? എന്ത് ചെയ്താലും അതിന് മറ്റൊരു അഭിപ്രായം കൊണ്ടുവരിക, അത് ശരിയല്ല, മാന്യമല്ല. ഒക്കെ മതിയാക്കി ഈ രാജ്യത്ത് എല്ലാ സമുദായങ്ങളും ചേർന്ന സമൂഹമാണ് വേണ്ടത്. അതുകൊണ്ട് മതസൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ടും മതവിദ്വേഷമില്ലാതെ എല്ലാവരും സോദര ചിന്തയോടുകൂടി പോകാനുള്ള ഒരു ചിന്തയായിരിക്കണമെന്നുണ്ട്. ഒരു കൂട്ടായ്മയുണ്ട്, ശക്തിയുണ്ട്, മണി പവറുണ്ട്, മസിൽ പവറുണ്ട്, മാൻ പവറുണ്ട് എന്നതിൻ്റെ ഒരു പേരിൽ അടിച്ചേൽപ്പിക്കുന്ന നയം ഒരു സമുദായത്തിൽ കാണിക്കുന്നത് ശരിയല്ല. സൂംബ നൃത്തം നടപ്പാക്കാനുള്ള തീരുമാനത്തെ SNDP സ്വാഗതം ചെയ്യുന്നു. കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന കാര്യത്തെ എന്തിനാണ് എതിർക്കുന്നത്? അതിനെ എതിർക്കുന്നവർക്ക് ഗൂഢ ലക്ഷ്യമുണ്ട്. മനുഷ്യൻ്റെ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നടപടികളെ പ്രോത്സാഹിപ്പിക്കണം. മതരാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയണം. സൂംബയെ പിന്തുണയ്ക്കാൻ SNDP തീരുമാനിച്ചിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വിജയിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അത് വ്യാമോഹം മാത്രമാവും. കോൺഗ്രസിൽ ഗ്രൂപ്പുകളുടെ അതിപ്രസരമാണ്. അവർ അണ്ണനും തമ്പിയും കളിച്ച് നടക്കുകയേ ഉള്ളൂ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ നിലമ്പൂരത്തെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ട് അത് അസസ് ചെയ്തുകൊണ്ട് വലിയ കാലത്തിൽ വെള്ളം ഒഴിച്ചിരുന്നിട്ട് ഒരു കഥയില്ല. നിങ്ങൾ ഞാനെത്താ പറഞ്ഞാലും നിങ്ങൾ എന്നെ പലരും സമ്മതിക്കുന്നു.
കാണാൻ പോണ പോലെയല്ലേ. ഇത് കണ്ടിട്ടാണോ നിങ്ങൾ ഇവിടെ അവിടെ അല്ലെങ്കിലും ആരുടെ സീറ്റായിരുന്നു മിസ്റ്ററേ? UDFിൻ്റെ സീറ്റല്ലേ ഇത്? UDFിൻ്റെ സീറ്റ് UDF എടുത്തു. അവർ അണ്ണനും തമ്പിയും കളിച്ചോട്ടെ. ഇങ്ങനെ അണ്ണനും തമ്പിയും കളിച്ചു നടക്കുകയുള്ളൂ. അവസാനം ജനമുണ്ടല്ലോ, ഇതെല്ലാം കണ്ടില്ല ജനം ഇരിക്കുന്നത്. ഇപ്പം തന്നെ മനസ്സിലായില്ലേ അവരുടെ കൂട്ടത്തെ ഐക്യമില്ലെന്ന്. കോൺഗ്രസ് എന്താ ഐക്യം? ജയിച്ചു എന്നും അഭിമാനിക്കുന്നു കോൺഗ്രസ് ഒന്നും എന്നൊക്കെ പറയുമ്പോൾ പോലും ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പറയുന്നത് എന്താണ്? ഞാൻ ക്യാപ്റ്റൻ. അപ്പോൾ ഒരാൾ പറയുന്നു മേജർ. അപ്പോൾ മറ്റൊരാൾ പറയുന്നു ഞാൻ സോൾജർ എന്ന് പറയുമ്പോൾ ഇത് 3 തട്ടയിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ സംബന്ധിച്ചിടത്തോളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതാംബ വിഷയത്തിൽ SNDPക്ക് നിലപാടില്ല. ഓരോരുത്തരും ഇഷ്ടമുള്ളവരെ ആരാധിക്കട്ടെ, വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഞങ്ങൾക്കൊരു നിലപാടില്ല. ഈ വിശ്വാസം രക്ഷിക്കട്ടെ ഓരോരുത്തരും. അല്ലാതെ ഞങ്ങൾക്ക് എന്താ അഭിപ്രായം? നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് ഭാരതാംബയാണെന്നും പറഞ്ഞ് നിങ്ങൾ അത് നിങ്ങളുടെ വിശ്വാസം. അതാവുക ഓരോരുത്തരും വിശ്വാസമല്ലേ. ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അതിന് SNDP ഒരു ചർച്ചയോ തീരുമാനമോ അക്കാര്യത്തിലൊന്നും എടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ടൈം ന്യൂസ് ആലപ്പുഴ. സർക്കാരിനെതിരെ നടക്കുന്നത് കള്ളപ്രചരണവും വിചാരണയുമാണെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാരിനോട് പ്രതിഷേധമില്ല. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് തീരദേശ മേഖലയിൽ സർക്കാർ നടപ്പാക്കുന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ നമ്പർ 1 സ്കൂളായി രൂപാന്തരപ്പെടുന്നു എന്ന സന്തോഷകരമായ കാര്യം കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 15 കോടി, അതിൽ വെച്ച് 25 കോടി, 40 കോടി പ്രൊജക്റ്റാണ്. അപ്പോൾ 10 സ്കൂളുകളിൽ സബ്ജക്റ്റിലും മാറ്റം, കരിക്കുലത്തിലും മാറ്റം, തൊഴിലുമായി ബന്ധപ്പെടുത്തുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അടിമുടി ടെക്നിക്കൽ സ്കൂളുകളെ രൂപാന്തരപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ അതിന് ഒന്നാന്തരമായി കുഞ്ഞുങ്ങൾക്ക് പോയി താമസിച്ച് നല്ല ആത്മവിശ്വാസത്തോടെ പഠിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മികവാർന്ന കെട്ടിടങ്ങളും സംവിധാനങ്ങളും താമസ സൗകര്യവും എല്ലാം കേരളത്തിലെ 10 കേന്ദ്രങ്ങളിൽ നമുക്ക് ഉണ്ടാക്കുക. ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല തരത്തിൽ തിരിച്ചറിയുകയുള്ളൂ. അവർ തിരിച്ചറിയും. ഗവൺമെന്റിനെ ഒറ്റപ്പെടുത്താൻ അവർ സമ്മതിക്കില്ല. ആര് വിചാരിച്ചാലും ഈ ഗവൺമെന്റിനെ തകർക്കാനോ ഒറ്റപ്പെടുത്താനോ കഴിയില്ല എന്ന വസ്തുത ഈ കേരളത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ദിവസങ്ങളിലുണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ നടക്കുന്നത് കള്ളപ്രചരണവും വിചാരണയുമെന്ന ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. സർക്കാരിനോട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിഷേധമില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യഫെഡ് വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സജി ചെറിയാൻ. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, എന്നാൽ അനവസരത്തിലല്ല പ്രതിഷേധിക്കേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു. തന്നെ കരിങ്കൊടി കാണിക്കുന്നവർക്ക് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ധാരണയുമില്ല. മത്സ്യത്തൊഴിലാളി മേഖലയെ തിരിഞ്ഞു നോക്കാത്തവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുള്ളതെന്നും സജി ചെറിയാൻ പറഞ്ഞു. പ്രതിഷേധിക്കാതെന്താണെന്ന് ഞാൻ പറയില്ല. പ്രതിഷേധിക്കണം, ശക്തമായി പ്രതിഷേധിക്കണം, ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങൾ പറയണം. പക്ഷേ അത് ഇവിടെ വെച്ചാണ്, അനവസരത്തിലല്ല. ഒരു മീറ്റിംഗ് നടക്കുക, ഞങ്ങളെല്ലാം വിളിക്കുകയാണ്, ഇവിടെ ഓടി വന്ന് കയറി ചീത്ത വിളിക്കുന്നതാണ് പ്രതിഷേധം. നമ്മളൊക്കെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് 2-3 കുട്ടികളെ പറഞ്ഞു വിളിച്ച് ചീത്ത വിളിക്കുന്നതാണ് പ്രതിഷേധം. തിരിച്ച് അതേ ലോകത്തിൽ പ്രതികരിച്ച് എന്തായിരിക്കും അവസ്ഥ? പോവുള്ളൂ. അവരൊന്നും ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുണ്ട്, കേൾക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് ഞാനൊരു കാര്യം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പഠിക്കാൻ പാടില്ല, എല്ലാ കാലവും മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നാട്ടിലെ ചില പ്രമാണിമാർ ആഗ്രഹിക്കുന്നത്. മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് എവിടെ വരെ പഠിക്കണോ അവിടം വരെ സൗജന്യ പഠനമായിരിക്കും നൽകുന്നത്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകാതെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്ന നിർബന്ധ ബുദ്ധി സർക്കാരിനുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു. എച്ച് സലാം MLA അധ്യക്ഷനായി. PP ചിത്തരഞ്ജൻ MLA എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, നഗരസഭ അധ്യക്ഷ KK ജയമ്മ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AS കവിത, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. സൂംബ ഡാൻസ് ഒരു കാർഡിയാക് വ്യായാമമാണെന്നും ആരുടെയും സമ്മർദ്ദത്തിന് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വഴങ്ങേണ്ടതില്ലെന്നും സംസ്ഥാന നിയമസഭാ സ്പീക്കർ AN ഷംസീർ
മതത്തിൻ്റെ കുപ്പായമണിഞ്ഞ ചില യാഥാസ്ഥിതികരാണ് വിവാദത്തിന് പിന്നിലെന്നും എൻ ഷംസീർ പറഞ്ഞു. ഇസ്ലാം വളരെ പുരോഗമന വീക്ഷണമുള്ള വിശ്വാസമാണെന്നും മതത്തിൻ്റെ കുപ്പായമണിഞ്ഞ ചില യാഥാസ്ഥിതികരാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ആലപ്പുഴയുടെ അതുല്യ പ്രതിഭകളായ കന്യാകുമാരി NICHE സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ടെസി തോമസ്, കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് അഖിൽ P. ധർമ്മജൻ എന്നിവരെ ചടങ്ങിൽ സ്പീക്കർ ആദരിച്ചു. വിജ്ഞാനജ്യോതി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കൊല്ലത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള MLA മെറിറ്റ് അവാർഡും 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്ക് പ്രിയ ഗുരുനാഥൻ ജിമ്മി K. ജോസ് മെമ്മോറിയൽ എൻഡോമെന്റ് വിതരണവും മണ്ഡലത്തിൽ മികച്ച നിലയിൽ സേവനം നൽകി വിരമിച്ച അധ്യാപകരെ ആദരിക്കലും ഇതോടൊപ്പം നടന്നു. മണ്ഡലത്തിലെ സ്കൂളുകളിലെ 913 വിദ്യാർത്ഥികൾക്കും 30 വിരമിച്ച അധ്യാപകർക്കും PP ചിത്തരഞ്ജൻ MLA അവാർഡ് നൽകി. 100% വിജയം കൈവരിച്ച 20 സ്കൂളുകളാണുള്ളത്. SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ 440 വിദ്യാർത്ഥികൾക്കും 9 A+ കിട്ടിയ 154 വിദ്യാർത്ഥികൾക്കും +2 പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ 202 വിദ്യാർത്ഥികൾക്കും 5 A+ കിട്ടിയ 118 വിദ്യാർത്ഥികൾക്കുമാണ് അവാർഡ് നൽകിയത്. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. മാരാർകുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുദർശന ഭായി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. റിയാസ്, നഗരസഭാ അംഗം അഡ്വക്കേറ്റ് റീഗോ രാജു, പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ KS സുദീപ് കുമാർ, കഥാകൃത്ത് ഗിരിജ പ്രദീപ്, ലജ്നുത്തുൽ മുഹമ്മദിയ മാനേജർ AM നസീർ, STV ട്രസ്റ്റ് പ്രൊഫസർ S. രാമാനന്ദൻ, SN ട്രസ്റ്റിലെ T. പ്രസന്നകുമാർ, സെന്റ് ജോസഫ് മാനേജർ സിസ്റ്റർ ജെട്രൂഡ് മൈക്കിൾ, സെന്റ് ജോസഫ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷൈനി തോമസ്, സെന്റ് ജോസഫ് പ്രഥമാധ്യാപിക സിസ്റ്റർ KJ സിബി ജോസ് എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ചിത്ര പ്രദർശനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി മാതൃകാപരമാണെന്നും ഷംസീർ പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷൻ ആലപ്പി ആർട്ട് അക്കാദമി സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനം ആരംഭിച്ചു. ആലപ്പുഴ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ചിത്രകല ചില്ലറപ്പെട്ട കാര്യം. ഞാൻ വരക്കാൻ നോക്കി കേട്ടോ. ഞാൻ പഠിച്ച ബയോളജിയാണ്. ബയോളജിക്ക് റെക്കോർഡ് വരക്കണം, ബോട്ടണിയിലെ ചെടികൾ വരക്കണം, സുവോളജിയിലെ കൂറയും തവളയും വരക്കണം. നമ്മളെ കൊണ്ട് പറ്റൂല തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മതിയാക്കി, വേഗം പടം മടക്കി വിട്ടു. ചിത്രം വരക്കാനുള്ള അത്ര എളുപ്പമുള്ള കാര്യം. ചിലർക്ക് ജന്മനാ ലഭിക്കുന്ന സിദ്ധിയാ, ജനിതകമായി നിങ്ങൾക്ക് ലഭിക്കുന്ന സിദ്ധിയാണ് ചിത്രം വരക്കാനുള്ള ശേഷി. ഓരോരുത്തരും ഓരോ കഴിവുണ്ടാവും. പാട്ട് പാടും എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സിദ്ധി ചിത്രം വരക്കാനുള്ള സിദ്ധിയാണ്. കുട്ടികളുടെ കഴിവുകൾ വളർത്താനുള്ള ജില്ലാ പഞ്ചായത്ത് പദ്ധതി മാതൃകാപരമാണെന്ന് AN ഷംസീർ പറഞ്ഞു. ഓരോ കുട്ടികൾക്കും ജന്മന ഓരോ കഴിവുകളാണ്. കയാക്കിംഗ് ഉൾപ്പെടെയുള്ള സ്പോർട്സ് ഇനങ്ങളിലൂടെയും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ചിത്ര പ്രദർശനത്തിലൂടെയും വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് മേഖലകളൊരുക്കാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പഠനം പൂർത്തിയായി ഇറങ്ങുന്ന കുട്ടികളെ ഭാവിയിൽ പ്രദേശത്തെ ചുവരുകളിൽ ആലപ്പുഴയുടെ ചരിത്രം പറയുന്ന ചുവർ ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രയോജനപ്പെടുത്തണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചൊല്ലിക്കൊടുത്തു. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. റിയാസ്, മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് TV. അജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് KM മുഹമ്മദ് താഹ, ഗവൺമെന്റ് UPS തമ്പകച്ചുവട് പ്രഥമാധ്യാപിക M. ഉഷാകുമാരി, ചിത്രകാരന്മാരായ അമീൽ ഖലീൽ, M. ഹുസൈൻ, ഉദയൻ മാടക്കൽ, ആർട്ട് അക്കാദമി കോർഡിനേറ്റർ സുമയ്യ BV, ചിത്രരചന അധ്യാപകൻ B. ബിജുമോൻ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITUവിൻ്റെ 13ാമത് സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല VTIM ഹാളിൽ സജ്ജമാക്കിയ ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയും വികസന സമിതിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സംഘടനയായ കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITUവിൻ്റെ 13ാം സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല VTIM ഹാളിലെ ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് സംസ്ഥാന സമ്മേളനം നടന്നത്. രാവിലെ പുഷ്പാർച്ചനയും തുടർന്ന് പതാക ഉയർത്തലും. സംസ്ഥാന പ്രസിഡന്റ് A. പ്രദീപ് കുമാർ പതാക ഉയർത്തി. തുടർന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു.
ഇ ഷാജി മോഹൻ രക്തസാക്ഷി പ്രമേയവും ഉമ്മയമ്മ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് സ്വാഗതം പറഞ്ഞു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തിൻ്റെ അഭേദ്യമായ ഭാഗമാണ്. ഇതാണ് കേരളത്തിലെ LDF ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ മഹത്വം. ഇത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും 5 വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ബീഹാറിൽ അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരോടൊപ്പം ജോലിക്ക് പോവുക. അവരെ സ്കൂളിൽ വിടാനൊന്നും ആ പാവങ്ങൾക്ക് കഴിയില്ല. വടക്കേ ഇന്ത്യയിൽ ഉടനീളമെടുത്താൽ അസംഘടിത മേഖലയിൽ, കാർഷിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കൂലി എത്രയെന്നറിയോ? പുരുഷ തൊഴിലാളിക്ക് ഒരു ദിവസം 340 രൂപ ഉയർന്ന കൂലി, 240 മുതൽ 340 വരെ. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കണക്കല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് സർവേ റിപ്പോർട്ടാണ്. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി S ഗിരിജ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറിമാരായ PP ചിത്തരഞ്ജൻ MLA, P ഗാനകുമാർ, ജില്ലാ പ്രസിഡന്റ് H സലാം MLA, മുൻ MP അഡ്വക്കേറ്റ് M ആരിഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, CITU സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാബുരാജ്, CPM ഏരിയ സെക്രട്ടറി B വിനോദ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ P ഷാജി മോഹൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. പഴയ സർവേ നമ്പർ ലഭിക്കാൻ 1000 രൂപ കൈക്കൂലി. ഹരിപ്പാട് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. പഴയ സർവേ നമ്പർ ലഭിക്കാൻ ഗൂഗിൾ പേ വഴി 1000 രൂപയാണ് വില്ലേജ് ഓഫീസർ വാങ്ങിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് വിജിലൻസിന്റെ അറസ്റ്റ്. പഴയ സർവേ നമ്പർ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കാൻ GPayയിലൂടെ 1000 രൂപ കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസറെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. ഹരിപ്പാട് വില്ലേജ് ഓഫീസർ PK പ്രീതയാണ് പിടിയിലായത്. ജയകൃഷ്ണൻ എന്നയാളുടെ പരാതിയിലാണ് അറസ്റ്റ്. കൃഷിയുടെ ആനുകൂല്യം ലഭിക്കാനായി അഗ്രി സ്റ്റാക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനാണ് ജയകൃഷ്ണൻ പഴയ സർവേ നമ്പർ ചോദിച്ച വില്ലേജ് ഓഫീസറുടെ ഔദ്യോഗിക ഫോണിൽ വിളിച്ചത്. തിരക്കായതിനാൽ അടുത്ത ദിവസം വിളിക്കാൻ പറഞ്ഞു. പിറ്റേന്ന് വിളിച്ചപ്പോൾ പരാതിക്കാരന് വാട്സാപ്പ് നമ്പർ കൊടുത്ത് ഭൂമിയുടെ വിവരങ്ങൾ അയക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഫീസ് ഇനത്തിൽ 1000 രൂപ GPay വഴി ആവശ്യപ്പെട്ടു. അതിനായി വില്ലേജ് ഓഫീസർ സ്വകാര്യ മൊബൈൽ നമ്പരും നൽകി. വിവരം വിജിലൻസിനെ അറിയിച്ച ശേഷം ജയകൃഷ്ണൻ പണമയച്ചു. ശനിയാഴ്ച ഉച്ചയോടെ വില്ലേജ് ഓഫീസിന് സമീപമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് വിജിലൻസ് സംഘം ഉദ്യോഗസ്ഥയെ പിടികൂടുകയായിരുന്നു. വിജിലൻസ് നേരത്തെ തയ്യാറാക്കിയ കൈക്കൂലിക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് ഇവർ. ജോയിന്റ് കൗൺസിലിന്റെ സജീവ പ്രവർത്തകയാണ്. ഇവരെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് സംഘം അറിയിച്ചു. വിജിലൻസ് DYSP KV ബെന്നിയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് നടന്നത്. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല പള്ളിപ്പുറത്ത് വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയ 3 യുവാക്കളെ കോടതിയിൽ ഹാജരാക്കി. വാട്ടർ ടാങ്കിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെച്ചു. ടാങ്കിലെ വെള്ളം നീക്കിയതിന് ശേഷം മാത്രമേ പമ്പിംഗ് പുനരാരംഭിക്കൂ. 23 മീറ്റർ ഉയരത്തിലുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കുടിവെള്ള സംഭരണിയിൽ ഇറങ്ങിയ 3 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. തൈക്കാട്ടുശ്ശേരി സ്വദേശികളായ അതുൽ കൃഷ്ണ, ജയരാജ്, യദു എന്നിവരാണ് പിടിയിലായത്. ചേർത്തല അരൂക്കുറ്റി റോഡിലെ പള്ളിച്ചന്തയ്ക്കും ഒറ്റപ്പുന്നയ്ക്കും ഇടയിലുള്ള ചേന്നംപള്ളിപ്പുറം പഞ്ചായത്തിലെ ജലസംഭരണിയിലാണ് 3 അംഗ സംഘം ഇറങ്ങിയത്. കുടിവെള്ളം മലിനമായതിനെ തുടർന്ന് ഇവിടെ നിന്നുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചു. ജലസംഭരണിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ജല അതോറിറ്റി ശേഖരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കോവണിപ്പടി വഴിയാണ് ഇവർ ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജലസംഭരണിയിൽ എത്തിയത്. നാട്ടുകാരാണ് വിവരം ചേർത്തല പോലീസിൽ അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. ജലസംഭരണിയിൽ ഇറങ്ങി 3 പേരും ചേർന്ന് വീഡിയോയും ഫോട്ടോയും എടുക്കുകയാണെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത്. അസാധാരണമായി ചിലർ ഉയരത്തിലുള്ള ജലസംഭരണിക്ക് സമീപം നിൽക്കുന്നത് കണ്ടാണ് നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് വലിയ തോതിൽ ജനങ്ങളും തിങ്ങിക്കൂടി. ജലസംഭരണി ശുദ്ധീകരിച്ച ശേഷമേ കുടിവെള്ള വിതരണം പുനരാരംഭിക്കാവൂ എന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിനുള്ള നടപടികൾ ജല അതോറിറ്റി ആരംഭിച്ചു. 16 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന സംഭരണിയാണിത്. പള്ളിപ്പുറം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള കുടിവെള്ളം ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്.
മൂവാറ്റുപുഴയാറിൽ നിന്ന് മാക്കേക്കവലയിലെ ജപ്പാൻ കുടിവെള്ള ശുദ്ധീകരണശാലയിൽ ശുദ്ധീകരിച്ച ശേഷം എത്തിക്കുന്ന വെള്ളമാണിത്. ജലസംഭരണി സ്ഥിതി ചെയ്യുന്ന സ്ഥലം മതിൽ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുള്ളതാണ്. ജല അതോറിറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസ് കേസെടുത്തു. കുടിവെള്ളം മലിനമാക്കൽ, അതീവ സുരക്ഷാ സ്ഥലത്ത് അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയവ സംബന്ധിച്ച വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടൈം ന്യൂസ്, ചേർത്തല. വയലിൻ വായനയിൽ വിസ്മയം സൃഷ്ടിച്ച സംഗീത ലോകത്തും മലയാളികളുടെ മനസ്സിലും ചിരപ്രതിഷ്ഠ നേടിയ നെടുമങ്ങാട് ശിവാനന്ദൻ നവതിയുടെ നിറവിൽ ശിഷ്യഗണങ്ങളും സംഗീതജ്ഞരും ചേർന്ന് നവതി ആഘോഷം സംഘടിപ്പിച്ചു. ശിവാനന്ദ ലഹരി എന്ന പേരിലാണ് നവതി ആഘോഷവും ആദരവും ഒരുക്കിയത്. വയലിൻ വായനയിലൂടെ സംഗീത ലോകത്തും മലയാളിയുടെ ഹൃദയത്തിലും ഇടം നേടിയ പ്രശസ്ത വയലിനിസ്റ്റ് നെടുമങ്ങാട് ശിവാനന്ദൻ നവതി ആഘോഷത്തിൻ്റെ നിറവിൽ ഗുരുവിന് ശിഷ്യരും സംഗീതജ്ഞരും ചേർന്ന് ആദരം ഒരുക്കി. ശിവാനന്ദ ലഹരി എന്ന പേരിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ചേർത്തല കിൽടോപ്പ് കൺവെൻഷൻ സെന്ററിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്. രാവിലെ നെടുമങ്ങാട് ശിവാനന്ദൻ ദീപം കൊളുത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വെട്ടിക്കവല KN ശശികുമാറും ആറന്മുള ശ്രീകുമാറും ചേർന്ന് അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി ചേർത്തല ഹരിശ്രീ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന SP ഹരികുമാർ, SP ശ്രീകുമാർ എന്നിവരായിരുന്നു തമിഴ്. തുടർന്ന് നെടുമങ്ങാട് ശിവാനന്ദന്റെ ശിഷ്യർ അവതരിപ്പിച്ച നാദാർച്ചന. ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ. വൈകിട്ട് എന്തൊരോ മഹാനുഭാവലു നെടുമങ്ങാട് ശിവാനന്ദനും ശിഷ്യരും ചേർന്ന് അവതരിപ്പിച്ച സംഗീത പരിപാടി ശ്രദ്ധേയമായി. തുടർന്ന് ഗുരുദക്ഷിണ. പ്രശസ്ത സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശിവാനന്ദ ലഹരിയുടെ പ്രസിഡന്റ് തിരുവിഴ ശിവാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഗ്രാൻഡ് വയലിൻ ഡ്യുവറ്റോടെയാണ് ആഘോഷം സമാപിച്ചത്. ശിവാനന്ദ ലഹരിയുടെ പ്രസിഡന്റ് തിരുവിഴ ശിവാനന്ദൻ, സെക്രട്ടറി മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ മാഞ്ഞൂർ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ ICSE സ്കൂളുകൾ ഉൾപ്പെടുന്ന ബി-സോൺ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ നടന്നു. ചേർത്തല പട്ടണക്കാട് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലാണ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ ICSE സ്കൂൾ ബി-സോൺ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ നടന്നു. ചേർത്തല പട്ടണക്കാട് സെന്റ് ജോസഫ് സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ ICSE സ്കൂളുകളിൽ ഉൾപ്പെടുന്ന ബി-സോൺ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പാണ് ചേർത്തല പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ നടന്നത്. ആലപ്പുഴ ജില്ലയിലെ റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറി രാജേഷ് സീതാരാമൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന ജോൺ അധ്യക്ഷത വഹിച്ചു. റിംഗ്, റോഡ് തുടങ്ങിയ വിവിധയിനം മത്സരങ്ങൾ നടന്നു. 2 ജില്ലകളിൽ നിന്നുള്ള 50ഓളം സ്കേറ്റിംഗ് താരങ്ങൾ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തെ 4ാം പ്രതിയാക്കി കേസെടുത്തു. കുത്തിയതോട് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് BA ഷെരീഫിനെ 4ാം പ്രതിയാക്കി കുത്തിയതോട് പോലീസാണ് കേസെടുത്തത്. കോൺഗ്രസ് കുത്തിയതോട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റും കുത്തിയതോട് പഞ്ചായത്ത് 14ാം വാർഡ് അംഗവുമായ BA ഷെരീഫിനെയാണ് 4ാം പ്രതിയാക്കി കേസെടുത്തത്. ഇയാൾ ചാവടിയിലെ വീടിന് സമീപം ആക്രിക്കട നടത്തുന്നു. മോഷണം മുതൽ വാങ്ങി എന്നതാണ് പ്രതി ചേർക്കാൻ കാരണം. സംഭവം വിവാദമായതോടെ ഷെരീഫ് ഒളിവിലാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും പഞ്ചായത്ത് അംഗമെന്ന സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് CPM രംഗത്തെത്തിയിട്ടുണ്ട്. ജൂൺ 19 രാത്രിയാണ് അശോക് ബിൽഡ്കോൺ കമ്പനിയുടെ NCC കവലയിലെ പില്ലറിൻ്റെ സമീപമുള്ള സ്റ്റോർ കുത്തിത്തുറന്ന് 1 ലക്ഷം രൂപയുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോടന്തുരുത്ത് പഞ്ചായത്ത് 13ാം വാർഡിൽ എഴുപുന്ന ലാൽ ഭവനത്തിൽ ലിബിൻ 34, 6ാം വാർഡിൽ കുത്തിയതോട് കായ്പ്പുറത്ത് വീട്ടിൽ ഷൈജു 44, 11ാം വാർഡിൽ ആൾക്കുന്നൽ വീട്ടിൽ ബിനീഷ് 38 എന്നിവരെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. മോഷ്ടിച്ച മുതലുകൾ ചാവടി, തഴുപ്പ്, നാഗംകുളങ്ങര എന്നിവിടങ്ങളിലെ ആക്രിക്കടകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. ആക്രിക്കടക്കാർ യഥാക്രമം 4, 5, 6 പ്രതികളാണ്. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്.
പഞ്ചായത്ത് അംഗം പ്രതിയാക്കപ്പെട്ടതോടെ പ്രദേശത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. CPM കുത്തിത്തോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകുന്നേരം ചാവടിയിൽ പ്രതിഷേധ സമ്മേളനവും നടത്തി. അരൂർ ഏരിയ സെക്രട്ടറി NB ഷിബു ഉദ്ഘാടനം ചെയ്തു. നാണക്കേടിൽ നിന്ന് എങ്ങനെ തലയുയരാമെന്ന് ആലോചിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഞായറാഴ്ച അരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, കുത്തിത്തോട് വെസ്റ്റ്, ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത യോഗം വിളിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ്, കുത്തിയതോട്. ഷട്ടിൽ കളിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചേർത്തല വെള്ളിയാകുളം സ്വദേശി സുരേഷ് മാശുകുളങ്ങരയാണ് തുറവൂരിലെ കോർട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. 40 വയസ്സായി. ഷട്ടിൽ കളിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചേർത്തല തണ്ണീർമുക്കം വെള്ളിയാകുളം മാശുകുളങ്ങര സുരേഷാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഇടുക്കി ജില്ലയിൽ നിന്ന് ആലപ്പുഴ എക്കണോമിക് ഒഫൻസ് വിംഗിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുകയായിരുന്നു. തുറവൂർ തെക്ക് ഭാഗത്തുള്ള ഷട്ടിൽ കോർട്ടിൽ ശനിയാഴ്ച രാത്രി ഷട്ടിൽ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഹൃദയസംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. തണ്ണീർമുക്കം 2-ാം വാർഡിൽ വെള്ളിയാകുളം മാശുകുളങ്ങര വീട്ടിൽ മോഹനന്റെയും സാവിത്രയുടെയും മകനാണ്. നഴ്സായ രവിതയാണ് ഭാര്യ. 6 വയസ്സുള്ള ശ്രാവൺ സുരേഷ്, 2 മാസം പ്രായമുള്ള സൂര്യൻ സുരേഷ് എന്നിവർ മക്കളാണ്. ഇളയകുട്ടിയുടെ പേരിടൽ ചടങ്ങ് 3 ദിവസം മുൻപായിരുന്നു. സുനിൽ, സനിൽ എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. CPM മുഹമ്മ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. സിവിൽ സർവീസ് ജേതാവ് CR വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ CPIM ലോക്കൽ കമ്മിറ്റി പ്രതിഭാ സംഗമവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. ആര്യക്കര SN ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ സിവിൽ സർവീസ് ജേതാവ് CR വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ശരിക്കും നമുക്ക് വേണ്ടത് ഒരു ഡിസിപ്ലിൻ. ലൈക്ക് ഡെയിലി പത്രം വായിക്കുക എന്നുള്ളൊരു ഡിസിപ്ലിനാണ്. അതുപോലെ ദിവസവും എന്തെങ്കിലുമൊക്കെ അഡീഷണലി എഴുതും, എന്തെങ്കിലുമൊക്കെ നമ്മൾ വായിച്ച കാര്യങ്ങളൊക്കെ എഴുതി നോക്കും, ഒരു എസ്സേ റൈറ്റിംഗ് ചെയ്ത് നോക്കും. അത്തരത്തിൽ വേണ്ട ഒരു സെറ്റ് ഓഫ് സ്കിൽസാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സിവിൽ സർവീസിനുള്ളത്. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ്. നമ്മൾ പ്രിലിംസ് മെയിൻ നടക്കുന്നു, ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് മെയിൻസ് നടക്കുന്നു, ജനുവരി ഇന്റർവ്യൂ നടക്കുന്നു, ജനുവരി ടു ഏപ്രിൽ ഇന്റർവ്യൂ നടക്കുന്നു. അതിനുശേഷം മെയിൽ റിസൾട്ട് വരുന്നത്, ഒരു മെയിൽ തുടങ്ങിയ പരീക്ഷയുടെ അവസാന ഘട്ടം റിസൾട്ട് വരുന്നത് അടുത്ത ഏപ്രിലോ മെയിലോ സമയത്തേക്കാണ്. അപ്പോൾ ഒരു വർഷം നമ്മുടെ മെന്റാലിറ്റി കീപ്പ് ചെയ്യണം. ടെക് ജൻഷ്യ CEO ജോയ് സെബാസ്റ്റ്യൻ പ്രതിഭകളെ അനുമോദിച്ചു. J. ജയലാൽ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി P. രഘുനാഥ്, G. വേണുഗോപാൽ, CK സുരേന്ദ്രൻ, T. ഷാജി, NT റെജി, MV സാബുമോൻ, M. ചന്ദ്ര, അരുൺ പ്രശാന്ത്, അൻഷാദ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി K. സലിമോൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല പുതിയകാവ് ദേവങ്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും പ്രതിഷ്ഠാ മഹോത്സവവും ജൂലൈ 2 മുതൽ 18 വരെ നടക്കും. സഹസ്ര കലശ കൂപ്പൺ പുറത്തിറക്കി. നടി ഗായത്രി അരുൺ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഉഴുവ പുതിയകാവ് ദേവങ്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും പ്രതിഷ്ഠാ ഉത്സവവും ജൂലൈ 2 മുതൽ 18 വരെ നടക്കും. സഹസ്രകലശ കൂപ്പൺ നടി ഗായത്രി അരുൺ ഉദ്ഘാടനം ചെയ്തു. ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ 4 മതിൽക്കെട്ടിനുള്ളിൽ തടി കൊണ്ടും മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച് അവിടുത്തെ ദേവനെ പ്രതിഷ്ഠിക്കാനായി നമ്മൾ നിർമ്മിക്കുന്ന ഒരു 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 കൺസ്ട്രക്ഷൻ മാത്രമല്ല, ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ആ സമൂഹത്തെ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ആളുകളെ എത്രയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി എത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്നുള്ളത് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. വിഭവ സമാഹരണം ചേർത്തല പോലീസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വേണുഗോപാൽ നിവാസ് ആദ്യ സമർപ്പണം നിർവഹിച്ചു. ദേവങ്കൽ പുതിയകാവ് ശാസ്താങ്കൽ ക്ഷേത്രങ്ങളിലെ ഈ കാണിക്കയുടെ ഉദ്ഘാടനങ്ങൾ കാനറ ബാങ്ക് മാനേജർ ശ്രീനിവാസൻ നായർ, റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ വിനോദ് മാളികമഠം, പട്ടണക്കാട് വില്ലേജ് ഓഫീസർ അരുൺകുമാർ എന്നിവർ നിർവഹിച്ചു. ജൂലൈ 7 പുലർച്ചെ 4 പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 10 നടക്കുന്ന സമർപ്പണ സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം പ്രസിഡന്റ് T. രാജൻ അധ്യക്ഷത വഹിക്കും. KC വേണുഗോപാൽ MP മുഖ്യപ്രഭാഷണം നടത്തും. കൃഷിമന്ത്രി P. പ്രസാദ് വിവിധ മേഖലയിലുള്ളവരെ ആദരിക്കും. ജോയിന്റ് സെക്രട്ടറി CV ശശിധരൻ, വൈസ് പ്രസിഡന്റ് CN സുനിൽകുമാർ, പബ്ലിസിറ്റി കൺവീനർ G. മനോജ് കുമാർ, G. ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 11 രാവിലെ 11:50 നടക്കുന്ന കൊടിയേറ്റ ചടങ്ങിന് കുര്യാറ്റുപുറത്തിലെത്ത നാരായണൻ ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകും. 18 സമാപിക്കും. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിൽ തെരുവ് നായ ആക്രമണം. വീട്ടിൽ വളർത്തിയിരുന്ന 2 ആടുകളെ തെരുവ് നായ കടിച്ചു കൊന്നു. ചേർത്തല നഗരസഭ 8-ാം വാർഡിൽ മന്നനാടി വീട്ടിൽ സുനിതയുടെ ആടുകളെയാണ് തെരുവ് നായ കടിച്ചു കൊന്നത്. ചേർത്തലയിൽ തെരുവുനായ ആക്രമണം. വീട്ടിൽ വളർത്തിയിരുന്ന 2 ആടുകളെ തെരുവുനായകൾ കടിച്ചു കൊന്നു. ചേർത്തല നഗരസഭ 8-ാം വാർഡിൽ മന്നാടി വീട്ടിൽ സുനിതയുടെ ആടുകളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നത്. തനിച്ചു താമസിക്കുന്ന സുനിത പുലർച്ചെ എഴുന്നേറ്റപ്പോഴാണ് കൂട്ടിൽ കെട്ടിയിരുന്ന ആടുകളെ തല നഷ്ടപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നിർധനയായ സുനിതയ്ക്ക് ജീവനോപാധിയായി ചേർത്തല റോട്ടറി ക്ലബ് നൽകിയ ആടുകളാണ് നഷ്ടമായത്. ഇതോടെ കുടുംബത്തിലെ ഏക പ്രതീക്ഷയും ഇല്ലാതായി. പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് സുനിത പറയുന്നു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ
പട്ടി ശല്യം ഭയങ്കരമാണ് നമുക്ക്. നമ്മുടെ ഡോറ് തുറന്നു പട്ടി അകത്ത് കയറി ആടിനെ നശിപ്പിച്ചു. ഒരു 4 വയസ്സുള്ള ആടും ഒരു 6 മാസമുള്ള ആട്ടും കുഞ്ഞിനെ പട്ടി നശിപ്പിച്ചു. ഒരു 4-5 പട്ടികൾ 4-4.5 വയസ്സുള്ള ഒരു ആടിനെയും 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും ഇന്നലെ കടിച്ചു കൊന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് ആരോരുമില്ലാത്ത ഈ വീടുകൾ 2 പെണ്ണുങ്ങളും ഒരു കുട്ടിയും അടങ്ങിയ ഈ വീട്ടിലേക്ക് അവരുടെ ഒരു ഉപജീവനത്തിന് വേണ്ടി കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് റോട്ടറി ക്ലബിനെ സമീപിച്ചുകൊണ്ട് റോട്ടറി ക്ലബിൻ്റെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു ആടും അതിൻ്റെ കുഞ്ഞുങ്ങളുമാണ്. അതിനെയാണ് ഇന്നലെ രാത്രി ഇവിടെ വന്ന് പട്ടി കടിച്ചു കൊന്നിരിക്കുന്നത്. ഇത് അടിയന്തരമായിട്ട് നഗരസഭ ഷെൽട്ടർ പണിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മാർഗം അടിയന്തരമായിട്ട് നഗരസഭ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ കരളകം വാർഡിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ലെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി നാട്ടുകാർ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ആലപ്പുഴ ചേരമാൻകുളങ്ങര റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം അധികാരികൾ പരിഗണിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കാലവർഷം എത്തിയതോടെ റോഡിന്റെ അവസ്ഥ ദുരിതപൂർണമായി. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണിത്. ഈ സാഹചര്യത്തിലാണ് പൊൻതൂവൽ പുരുഷ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സംഘം പ്രസിഡന്റ് ജോൺ രാജേഷ്, മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ. മുഹമ്മ പുളിക്കൽ ഇളങ്കാവ് ശിവക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുഹമ്മ പുളിക്കൽ ഇളങ്കാവ് ശിവക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹ ഘോഷയാത്ര നാടിനെ ഭക്തിയുടെ നിറവിലാഴ്ത്തി. മുഹമ്മ പള്ളിക്കുന്ന് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വിവിധ സ്ഥലങ്ങളിലെ വരവേൽപ്പുകൾ ഏറ്റുവാങ്ങി ക്ഷേത്രാങ്കണത്തിലെത്തിയപ്പോൾ ഘോഷയാത്രയ്ക്ക് വിശ്വാസികൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സ്വീകരണം നൽകി. രക്ഷാധികാരി പി കെ ഗോപാലകൃഷ്ണൻ, പ്രസിഡന്റ് പി എം രഘുവരൻ, വൈസ് പ്രസിഡന്റ് വി വി പ്രസാദ്, സെക്രട്ടറി സി എസ് മനോഹരൻ, ജോയിന്റ് സെക്രട്ടറിമാരായ യു എസ് പ്രദീപ് കുമാർ, സി കെ ബൈജു, മേൽശാന്തി അരുൺ കരിയിൽ, വനിതാ കൺവീനർ മഹിളാമണി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഭദ്രദീപ പ്രകാശന കർമ്മം സി പി ആനന്ദവല്ലി മുഹമ്മദ് നിർവഹിച്ചു. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ഭാഗവത പാരായണം, മൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് 5:30 കൃഷ്ണവിഗ്രഹ പരിഗ്രഹം, 6 നെയ്വിളക്ക, 29 രാവിലെ ഗണപതി ഹോമം, വൈകിട്ട് 7 ഭാഗവത പാരായണം, 10:30 വിശേഷാൽ തലച്ചുവട, 30 രാവിലെ ഗണപതി ഹോമം, സൂക്തജപം, 8 തത്വഹോമം, കലശാഭിഷേക പൂജ, ജൂലൈ 1 രാവിലെ ഗണപതി ഹോമം, 11 ഷഷ്ടി പൂജ, വൈകിട്ട് 7 താഴികക്കുട പ്രതിഷ്ഠ, പ്രതിഷ്ഠാദിനമായ 2 വെളുപ്പിന് 4 ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ, ശിവന് ധ്വജപ്രതിഷ്ഠ, ബ്രഹ്മരക്ഷസിന് പുനഃപ്രതിഷ്ഠ, 6:45 ധ്വജ സമർപ്പണം, 7 കൊടിയേറ്റ മന്ത്രി ജയ തുളസീധരൻ കാർമ്മികത്വം വഹിക്കും. 3 വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മെലഡി നൈറ്റ്, 4 രാവിലെ 10:30 കലശം, 5 രാവിലെ 10:30 കലശം, വൈകിട്ട് 6:40 തബല സോളോ, 7 തീയതി രാവിലെ 9 ആറാട്ട് എന്നിവയും നടക്കും. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാലയങ്ങളിൽ സൂംബ നൃത്തം നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം സ്വാഗതാർഹമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അധികാരത്തിൽ വരാമെന്ന കോൺഗ്രസിന്റെ മോഹം വ്യാമോഹമാണെന്നും വെള്ളാപ്പള്ളി. സർക്കാരിനെതിരെ നടക്കുന്നത് കള്ളപ്രചരണവും വിചാരണയുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. സർക്കാരിനോട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിഷേധം ഇല്ലെന്നും സജി ചെറിയാൻ. സമാനതകളില്ലാത്ത വികസന പദ്ധതികളാണ് തീരദേശത്ത് നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി. സൂംബ ഡാൻസ് ഒരു കാർഡിയാക് വ്യായാമമാണെന്നും ആരുടെയും സമ്മർദ്ദത്തിന് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വഴങ്ങേണ്ടതില്ലെന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ. മതത്തിന്റെ കുപ്പായമണിഞ്ഞ ചില യാഥാസ്ഥിതികരാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും സ്പീക്കർ. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. പഴയ സർവേ നമ്പർ ലഭിക്കാൻ 1000 രൂപ കൈക്കൂലി. ഹരിപ്പാട് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടി. പഴയ സർവേ നമ്പർ നൽകാൻ ഗൂഗിൾ പേ വഴി 1000 രൂപ വാങ്ങിയതിന് പിന്നാലെയാണ് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായത്. വയലിൻ വായനയിൽ വിസ്മയം സൃഷ്ടിച്ച മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ നെടുമങ്ങാട് ശിവാനന്ദൻ നവതിയുടെ നിറവിൽ. ശിഷ്യഗണങ്ങളും സംഗീതജ്ഞരും ചേർന്ന് ഒരുക്കിയ നവതി ആഘോഷം ശ്രദ്ധേയമായി. ശിവാനന്ദ ലഹരി എന്ന പേരിലാണ് ആദരവും ആഘോഷവും സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.